ഞാനിപ്പോഴുള്ളത് കോഴിക്കോട്ടെ പ്രശസ്തമായ തിയേറ്ററായ അപ്സര തിയേറ്ററിൻ്റെ മുമ്പിലാണ്. 1005 പേർക്ക് ഒന്നിച്ചിരുന്ന് സിനിമ കാണാനുള്ള വമ്പൻ സൗകര്യമാണ് ഈ അപ്സര തിയേറ്ററിൽ ഉള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തിയേറ്ററുകളിൽ ഒന്നാണ് ഈ അപ്സര തിയേറ്റർ. 1976 ശ്രീ പ്രേം നസീറാണ് ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത്. നീണ്ട 52 വർഷങ്ങൾക്കിടയിൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഈ അപ്സര തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ 100 ദിവസങ്ങളിലധികം ഓടിയ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഈ അപ്സര തിയേറ്ററിലാണ് കോഴിക്കോട് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ട് സിനിമ കണ്ടിട്ടുള്ള തിയേറ്ററാണ് ഈ അപ്സര തിയേറ്റർ. അപ്സര തിയേറ്ററിൽ സിനിമ കാണുന്നതിന് വേണ്ടി കോഴിക്കോട്ടുകാർ മാത്രമല്ല, മലബാറിലെ മറ്റ് ജില്ലകളിലുള്ളവരും ഇവിടെ സിനിമ കാണാൻ വേണ്ടി ഓടിയെത്താറുണ്ടായിരുന്നു. എന്നാൽ ചില സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞ വർഷം അപ്സര തിയേറ്റർ അടച്ചുപൂട്ടുകയാണ് ഉണ്ടായത്. അതിനു മുമ്പ് ഏറ്റവും ഒടുവിൽ ഈ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്നത് മോഹൻലാൽ നായകനായിട്ടുള്ള സ്ഫടികം എന്ന സിനിമയുടെ റീമാസ്റ്റേർഡ് വേർഷനായിട്ടുള്ള സ്ഫടികം 4K ആയിരുന്നു. ഇപ്പോൾ ഈ അപ്സര തിയേറ്റർ പ്രശസ്ത ഫിലിം പ്രൊഡ്യൂസറായിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്സര തിയേറ്ററിൻ്റെ പഴയ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഇൻറ്റീരിയറും പുതിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് നവീകരിച്ചിരിക്കുന്നത്. 4K 3D പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസ് സൗണ്ടും 1005 പേർക്ക് ഒന്നിച്ചിരുന്ന് സിനിമ കാണാനുള്ള സൗകര്യമെല്ലാം അപ്സര തിയേറ്ററിലുണ്ട്. നവീകരിച്ച അപ്സര തിയേറ്റർ റീഓപ്പൺ ചെയ്തപ്പോൾ ആദ്യ പ്രദർശനമായിട്ട് മമ്മൂട്ടി നായകനായുള്ള ടർബോ എന്ന മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പ്രദർശിപ്പിച്ചത്.